ഹായ് എവരി വൺ, ഇസ് മീ അബി ഫങ്ക്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു കാറിൻ്റെയും പിന്നെ ഒരു ആർമി ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും, നിങ്ങളൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം പക്ഷേ ഇത് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു ആർമി ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് കണ്ട, ഇതാണ് നമ്മുടെ ആർമി ഹെലികോപ്റ്റർ. ഇതെല്ലാം ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ടോട്ടൽ ലൈക്ക് 50 ലൈക്കാണ്. നിങ്ങൾക്ക് അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും അടിച്ച് സബ് ചെയ്ത് പൊളിക്കുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കേണ്ടതെന്നും അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. 5 പേർക്ക് 2 പേർക്കെങ്കിൽ 2 പേർക്ക് ഷെയർ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിനൊക്കെ മിസൈലൊക്കെ വിടാൻ പറ്റും. ഇനി ആദ്യം വിചാരിച്ചത് ഫേക്ക് ആയിരിക്കുന്നതാണ്, അതായത് ഇതൊന്നും വരത്തില്ല, ഇതൊക്കെ കണ്ടറിയില്ലേ ഫേക്കാണെന്നൊക്കെ. അപ്പോൾ ഫസ്റ്റത്തെ എന്നൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഈ കാറിൻ്റെ ചിരിക്കോട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അവനെ കാറിൻ്റെ ചിരിക്കോട് അതിന് മുമ്പ് ഞാൻ മാസ്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, മാസ്ക്, ഡൈനോസറിൻ്റെ മാസ്ക് ഉണ്ട്. അതായത് നമ്മുടെ ആനിമൽസിൻ്റെ ഫുൾ മാസ്ക് ആണ് ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഡ്രോൺ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡൈനോസറിൻ്റെ മാസ്ക്. എന്താണെന്നത് എനിക്കിത് കണ്ടിൻ്റെ പേടിയാണ്. റിയൽ ഡൈനോസർ ഇല്ലേ, മറ്റേ ഈ ഗെയിമിലത്തെ ഡൈനോസർ, അതിനെനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് സ്റ്റോറി വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. ഇന്നൊരു ഗെയിമിന് യൂസ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞാലോ, അതോ ഈ കാറിൻ്റെ. അപ്പോൾ ഈ കാറിൻ്റെ ചിരിക്കോട് അതിനുമുമ്പ് ഞാൻ ഈ മാസ്ക് ഒന്ന് ഊരട്ടെ, എനിക്ക് കാണുമ്പോൾ പേടിയാണ്. വേറെ മാസ്ക് ഇടണം. ഓക്കെ, നമ്മൾ നോർമലായിട്ടുണ്ടെന്നല്ല. അപ്പോൾ ഈ കാറിൻ്റെ ചിരിക്കോടെന്ന് വെച്ച് കഴിഞ്ഞാൽ 246. ഇത് അടിക്കാൻ പറ്റാത്ത ഓക്കെ, 24628 ആണ് ഇതിൻ്റെ ചിരിക്കോട്. നല്ല രസമുണ്ട് ആ വണ്ടിയാണ്. ഇതാണ് ടാറ്റ സയാറ. നമുക്ക് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റും. ഈ വണ്ടിയുടെ അലോയ്സിൻ്റെ കളർ മാറ്റാൻ പറ്റും. അതുമാത്രമല്ല ഇതിൻ്റെ ടയറും ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന്. അത് മാത്രമല്ല, നമുക്ക് കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേ കണ്ടോ, ഇഷ്ടമുള്ള കളർ. ഇതൊക്കെ ഇനി RGB ഉണ്ടോ, ബാക്കിലത്തെ ഡോർ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുന്നു. അത് എന്തെങ്കിലും ആവട്ടെ, നമ്മൾ തൽക്കാലം ഈ വണ്ടി ഓടിച്ചു നോക്കാം. ഈ വണ്ടി ഓടിച്ചു നോക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാട്ട് വേണം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ. നല്ല രസമുണ്ട്. ഇത് ഡിസ്പ്ലേ ആദ്യമായിട്ട്. അപ്പോൾ അടുത്തത് ആർമി ഹെലികോപ്റ്ററിൻ്റെ സീറ്റ് കോഡാണ്. ആർമി ഹെലികോപ്റ്ററിൻ്റെ സീറ്റ് കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞാൻ പറഞ്ഞുതരാം. ആർമി ഹെലികോപ്റ്ററിൻ്റെ സീറ്റ് കോഡ് 1881. ഇതാണ് ആർമി ഹെലികോപ്റ്ററിൻ്റെ സീറ്റ് കോഡ്. എല്ലാവരും ഓർത്ത് വെച്ച് 1881. ഓക്കെ, അപ്പോൾ ഇതാണ് ആർമി ഹെലികോപ്റ്റർ. ഇത് ആക്ച്വലി നമ്മുടെ മിലിറ്ററി ബേസിലുണ്ടോ, അത് നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റോറി വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിന് മിസൈൽ ഇടണമെങ്കിൽ നിങ്ങൾക്ക് സ്ലോ മോഷൻ്റെ ഈ ബട്ടൺ, ഞാൻ ആരോ കാണിക്കുന്ന ബട്ടൺ അമർത്തിയാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഈ മിസൈലൊക്കെ വിടാൻ പറ്റും. പക്ഷേ ശരിക്കും വേണ്ടത് മറ്റേ മിസൈൽ വിടേണ്ട സംഭവമാണ്. അതായത് ഇത് വേറെ ഈ മിസൈൽ വിടുന്ന സംഭവം വെച്ചാൽ മതിയായിരുന്നു. സ്ലോ മോഷൻ ആണെങ്കിൽ ആർക്കും മനസ്സിലാവത്ത പോലുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹെലികോപ്റ്ററൊക്കെ പറപ്പിച്ച് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നമുക്ക് തൽക്കാലം ഇറങ്ങാം. എൻ്റെ അമ്മച്ചി, എനിക്കൊന്നും പറ്റിയില്ല കേസ്. അപ്പോൾ കേസ് നമ്മൾ കാറെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറുതെ റൗണ്ട് കിട്ടാനല്ല പോകുന്നത്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ ബ്രോ, എന്താ റെയിൽവേ സ്റ്റേഷൻ എന്താ പ്രത്യേകത, എന്താ പുതിയ ട്രെയിൻ വന്നോ, അഥവാ പുതിയ പുതിയ സ്റ്റേഷൻ വന്നോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷേ സ്റ്റേഷനും ട്രെയിനും സ്റ്റേഷൻ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും എന്താ അപ്ഡേറ്റ്. അത് വേറില്ല, ഒരു ബഗ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതെന്തത്, ഈ വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ട്, അതുകൊണ്ടാണെന്നുണ്ട് ഡോറ് മാത്രം പോയത്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് നല്ല സ്പീഡ് ഈ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ പഴയ സ്റ്റേഷൻ തന്നെ. പക്ഷേ ഇവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത. ആദ്യം നമുക്ക് ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ട്രെയിൻ ഇപ്പോൾ അതേ വരുന്നു ട്രെയിൻ കാണുന്നുണ്ടോ നിങ്ങൾ ചെറുതായിട്ട്. അപ്പോൾ ട്രെയിൻ വരട്ടെ, അതായത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഭയങ്കര ഷോക്കാണ് ഈ സാധനം. തൽക്കാലം നമുക്ക് റൂഫിൻ്റെ മുകളിൽ നിന്നിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ അപ്ഡേറ്റ് ഈ ട്രെയിനിൽ തന്നെ വന്നിട്ടുണ്ട്. ട്രെയിനിൻ്റെ എഞ്ചിനും പിന്നെ ഈ ബോഗിയൊന്നും മാറിയിട്ടില്ല. പകരം നമുക്ക് ട്രെയിനിൻ്റെ മുകളിൽ കയറാൻ പറ്റും. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ സൂപ്പർ ജമ്പ് ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ട് ഈ ട്രെയിനിൻ്റെ മടക്ക് എങ്ങനെ കയറും നോക്കട്ടെ. ഓക്കെ, നമുക്കപ്പോൾ ട്രെയിനിൻ്റെ മടക്ക്, ഓ മൈ ഗോഡ്, ഞാൻ അതേ പോണു. അയ്യോ, ഈ ട്രെയിനിൻ്റെ മുകളിൽ കയറാന്നുണ്ട് ഇത്ര ശോകം. നമുക്ക് ട്രെയിനിൻ്റെ മുകളിൽ നിന്നിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇതേ പറഞ്ഞു.
ഓക്കെ നമ്മൾ ഫൈനലി മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൻ്റെ മുകളിൽ കയറാൻ പറ്റും. ഇപ്പം പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൻ്റെ മുകളിൽ നിന്ന് വെറുതെ സ്ലിപ്പായിട്ട് വീഴും. പക്ഷെ ഇന്ന് ആ ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പഴയ ട്രെയിനിലും ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ സ്റ്റോറി വീഡിയോസിൻ്റെ അടുത്ത ഭാഗം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്ര അപ്ഡേറ്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനിയും കുറേ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോസ് ഇവിടെ ചാനലുണ്ടാവും. ബൈ ബൈ.